ഇന്നത്തെ മാംഗല്യം സീരിയലിൽ ഫുൾ എപ്പിസോഡ് വേണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ആനഖ നമ്മുടെ അവന്തികയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങളുടെ വയറ്റിൽ കിടന്ന കൊച്ചിൻ്റെ തന്തയാവാനുണ്ടായെന്ന് അവനെ പിടിച്ച് അടുത്ത പെണ്ണിനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി ഉളുപ്പുണ്ടോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവന്തിക ഒരു കൂസലില്ലാതെ പറയുന്നുണ്ട്, നിനക്കേ അവന്തിക എന്ന ചേച്ചിയെക്കുറിച്ച് അറിയത്തുള്ളൂ, പക്ഷേ അവന്തിക എന്ന സ്ത്രീയുടെ മുഖം നിനക്കറിയത്തില്ല. അവന്തിക എന്ന സ്ത്രീയുടെ മുഖം എനിക്കറിയത്തില്ല. അവന്തിക എന്ന സ്ത്രീയുടെ മുഖം ഇതിൽ കൂടുതൽ എന്തോ ഇനി അറിയാനിരിക്കുന്ന പിന്നെ ഞാൻ മനസ്സിലാക്കിയ അവന്തിക എന്ന സ്ത്രീയുടെ മുഖത്തിനെക്കുറിച്ച് ഞാൻ പുറത്ത് പറയാത്തതേ എനിക്ക് നാണക്കേടായിട്ടാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന അനഘയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയ ഹൈലൈറ്റ്. നമ്മുടെ സ്നേഹം ഒട്ടുമേ മോശമില്ല. ധനുഷിൻ്റെ കുത്തിത്തിരിപ്പിനകത്ത് മനസ്സെന്താണ് അവന് പണയം വെച്ച് കൊടുത്ത സ്നേഹ തലബുദ്ധിയും കൂടെ എന്താണ് അവിടെ തന്നെ അവൻ്റെ കാലടി ഇട്ട് കൊടുത്തെന്നാ തോന്നുന്നത്. കാരണം അർച്ചനയോട് പറയുന്നുണ്ട്, ഏട്ടത്തിയായിട്ട് നിന്നാൽ മതി, അല്ലാതെ അമ്മയാവാൻ വേണ്ടി നോക്കണ്ട. എനിക്ക് ജീവിക്കാൻ എന്തിനാ നിങ്ങളുടെ പെർമിഷൻ്റെ ആവശ്യം? എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ പെർമിഷൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് തിരിച്ച് അർച്ചനയോട് ചോദിക്കുന്നത് അച്ഛൻ്റെ കണ്ണുകൾ നിറയിപ്പിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്. അപ്പം ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അർച്ചന എന്താണ് സ്നേഹയുടെ പറയുന്നുണ്ട്, അങ്ങനെ ഒരു വഴിവിട്ട ബന്ധത്തിന് ഞാൻ അനുവദിച്ച് തരത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹ തിരിച്ചു ചോദിക്കുക, എനിക്ക് ജീവിക്കാൻ എന്തിനാ നിങ്ങളുടെ പെർമിഷൻ്റെ ആവശ്യം എന്ന് തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്കും അർച്ചന ഇങ്ങനെ കണ്ണു തള്ളി നിൽക്കുമോ, മീരയും കണ്ണു തള്ളി നിൽക്കുമോ. പറ, എനിക്ക് ജീവിക്കാൻ നിങ്ങളുടെ പെർമിഷൻ്റെ ആവശ്യം ഉണ്ടോ? എൻ്റെ ജീവിത കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിങ്ങൾ ആരാണ്? എൻ്റെ ഏട്ടന്മാർക്ക് എൻ്റെ അച്ഛനും ഒന്നും ഇല്ലാത്ത ആവലാതിയൊക്കെ എൻ്റെ ഈ ഏട്ടത്തിക്കും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയോ അർച്ചന തിരിച്ചു വിട്ടു കൊടുക്കുന്നു. അർച്ചന പറയുന്നുണ്ട്, നിൻ്റെ തെറ്റായ ബന്ധം എനിക്ക് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെ എൻ്റെ ബന്ധം അംഗീകരിക്കാൻ? ഞാൻ ആരെ സ്നേഹിക്കണം, ആരെ വിവാഹം കഴിക്കണമൊക്കെ തീരുമാനിക്കാൻ ഞാനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം തന്നെ എന്നെ ആരെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അനാവശ്യമായിട്ട് എൻ്റെ കാര്യത്തിൽ കയറി ഇടപെടാനായിട്ട് വരണ്ട. നിങ്ങൾ എൻ്റെ കൂടെ സഹായത്തിന് നിൽക്കേണ്ട, പക്ഷേ എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് കൈ തൊഴുത്ത് എന്താണ് അടിച്ചങ്ങ് പറയുവാണ്. അർച്ചനയ്ക്ക് ഇതൊക്കെ കേട്ടിട്ട് സങ്കടം സഹിക്കാൻ വയ്യ. മീര ആണെങ്കിൽ സ്തംഭിച്ചിരിക്കുമോ. ആരും തന്നെ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞാൽ മീരയുടെ മുഖത്തേക്കും കൂടെ ഇവിടെ രൂക്ഷമായിട്ട് നോക്കുമ്പോൾ മീര അയ്യടാന്നായിപ്പോയി. കാരണം മീര അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടാണ് ഇത്രയും വായിരിക്കുന്നതൊക്കെ കേട്ടത്. ഇവരുടെ വീട്ടിലെ പണിയൊന്നും എടുത്തു കൊടുക്കേണ്ട ആവശ്യം പോലും മീരയ്ക്കില്ല. എന്നിട്ട് മനസ്സുകൊണ്ട് എന്താണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അർച്ചനയുടെ കുടുംബം എൻ്റെ കുടുംബം എന്ന രീതി പണിയെടുത്തതിന് ഇങ്ങനെയാണല്ലോ സ്നേഹം പെരുമാറി എന്നുള്ള സങ്കടം ആർക്കായാലും കാണും. ആ സങ്കടം കൊണ്ട് മീര നിൽക്കുമ്പോൾ മീര ഇത്ര രൂക്ഷമായിട്ടും കൂടെ അങ്ങ് സ്നേഹം നോക്കുമോ. എന്നിട്ട് സ്നേഹം എന്താണ് തിരിച്ച് ഭയങ്കര രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും അർച്ചന സ്നേഹം എന്താണ് ഒറ്റ അടി വെച്ച് കൊടുക്കാനായി കൈ ഉയർത്തുമ്പോഴത്തേക്ക് ഡി എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തുമ്പോഴത്തേക്കും അർച്ചനയുടെ കൈ തടഞ്ഞ് നിർത്തി അർച്ചനയുടെ കൈ ഒടിച്ചങ്ങ് താഴെ ഇടുവാണ് സ്നേഹ. എന്നിട്ട് പറയുവാണ്, അടിക്കാൻ വരുന്നേ നിങ്ങൾക്ക് അടിച്ച് കളിക്കാനല്ല ഇവിടെ മറ്റുള്ളവരുടെ ജീവിതം എന്ന് പറയുമ്പോഴത്തേക്ക് അർച്ചനയുടെ കണ്ണീരങ്ങ് വീഴുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കല്ല ഇനി അടിക്കണമെന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനിയത്തി ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയി അടിച്ചാൽ മതി, വീട്ടിൽ വരണം. നിങ്ങളുടെ അനിയത്തി പ്രണയിച്ചതൊന്നും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപദേശിച്ചില്ലല്ലോ, അന്നേരം എല്ലാത്തിനും സപ്പോർട്ട് എന്നല്ലേ ഉള്ളൂ. എൻ്റെ കാര്യത്തിൽ മാത്രം എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? എന്നെ ഉപദ്രവിക്കാൻ വരണ്ട. എന്നെ ഉപദ്രവിക്കാൻ വരാതെ എന്നെ സഹായിച്ചില്ലെങ്കിൽ വേണ്ടി എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. മേല ഞാൻ നിങ്ങളടുത്ത് പറയുവാണ്, എൻ്റെ കാര്യത്തിൽ കയറി നിങ്ങൾ ഇടപെടാൻ വരരുത്, അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് സ്നേഹ മുഖത്തടിച്ച പോലെ പറയുമ്പോൾ ഇത് സ്നേഹമോളാണെന്നോ പറയുന്നത്? ഞാൻ വാരി കൊടുത്തിട്ടുള്ള എൻ്റെ സ്നേഹമോളാണെന്നോ ഈ പറയുന്നത്? എനിക്ക് ആതിരെ ഇവളെന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണി കണ്ടിട്ടില്ലല്ലോ എന്നെന്താണ് ഇവൾ തന്നെ ചതി വീഴുമോയെന്ന് അറിയാതെ ഇത്രയും അതമ്പതിച്ച് പോയോ എന്ന രീതി എന്താണ് അർച്ചന കണ്ണ് കളിക്കും. ഇവർക്ക് ഒരു നിമിഷം കൊണ്ട് സ്നേഹമൊക്കെ ഇല്ലാണ്ടായും. പിന്നെ എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ ഏട്ടന്മാരും അച്ഛനും ഒക്കെ ഉണ്ട്, അവർക്ക് ആർക്കും ഇല്ലാത്ത ദണ്ണം എന്താണ് ഈ നിൽക്കുന്ന എൻ്റെ ഏട്ടത്തി എന്നോട് കാണിക്കേണ്ട. മേല എനിക്കൊരു പരിധിക്കപ്പുറം എൻ്റെ കാര്യത്തിൽ ആരും കയറി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പരിധിക്കപ്പുറം എന്നെ കയറി ഉപദേശിക്കാൻ വേണ്ടി ആരും വരണ്ട, മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് സ്നേഹ അവിടെ നിന്ന് അർച്ചനയുടെ മുഖത്തടിച്ച പോലെ അടിച്ചിട്ട് എന്താണ് തിരിച്ചങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് റൂമിൽ നിന്ന് അങ്ങ് പോവാണ്. അർച്ചനയും മീരയൊക്കെ അങ്ങ് സ്തംഭിച്ച് നിൽക്കുവാണ്. ഇത് സ്നേഹ തന്നെയാണോ സംസാരിച്ചെന്ന് മനസ്സിലാകാതെ ഇരിക്കുന്നത് അവർ നിന്നിട്ട്. കാരണം ഒരു നിമിഷത്തേക്ക് അർച്ചന മനസ്സിലാക്കും ഇത് ഇവളാണോ ഇത് പറഞ്ഞത്. എന്നിട്ട് ഒരു കൂസലില്ല താഴെ എന്താണ് അർച്ചനയും മീരയും എല്ലാം കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണം വെട്ടി വിഴുങ്ങാനായിട്ട് അവിടെ ഡൈനിങ് ടേബിളിൽ പോയി ഇരിക്കുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇവളുടെ മുഖം കണ്ടിട്ട് ദേഷ്യം കണ്ടിട്ട് സേതുമാധവൻ എന്താണെന്ന് നേരെ നന്ദനെ ചോദിക്കും, ഇവർക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദൻ പറയുന്നുണ്ട്, ചിലപ്പോൾ അർച്ചന കളയാക്കി കാണാൻ അച്ഛാ, അതിൻ്റെ പ്രകടനമാക്കി ഇതെന്ന് പറയുന്നുണ്ട്. ഇവളൊന്നും മിണ്ടുന്നില്ല. ഇവിടെ എന്താണ് ടേബിളിൽ ഇരിക്കുന്ന ഒരു പ്ലേറ്റ് പോലും എടുത്ത് വെക്കാൻ തീരുന്നു. അപ്പോഴത്തേക്കും അർച്ചന വന്ന് ഇവളൊന്ന് രൂക്ഷമായിട്ടൊക്കെ നോക്കിയിട്ട് സങ്കടം സഹിക്കാൻ വയ്യ. മീര എടുത്തി അവിടെ എന്താണ് ഒന്നും അറിയാത്ത പോലെ അവിടെ നിൽക്കുന്നുണ്ട്. ആരോട് ഇത് പറയാൻ പറ്റില്ലോ. അങ്ങനെ അവൾക്കൊരു പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ
പറയുമ്പോഴത്തേക്കും വിളമ്പി കൊടുക്കാൻ പോവാണ്. തൊട്ടടുത്ത് തന്നെ ധനുഷ് ഇരിപ്പുണ്ട്, എല്ലാവരും ഇരിപ്പുണ്ട്. ധനുഷ് ഇരിപ്പുണ്ട്, അവന്തിക ഇരിപ്പുണ്ട്, നന്ദൻ ഇരിപ്പുണ്ട്, സച്ചിയും എല്ലാവരും ഇരുന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും വിളമ്പാൻ പോയപ്പോഴത്തേക്കും അർച്ചന അടുത്ത് പറയുകയാണ്, എനിക്ക് വിളമ്പണ്ട, ഞാൻ വിളമ്പി കഴിച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നന്ദൻ പറയാം, നീ വിളമ്പി കഴിക്കുക മാത്രമല്ല വിളമ്പി കൊടുക്കാനും ഇതൊക്കെ അടുക്കളയിൽ കയറി വെച്ചുണ്ടാക്കാനും കൂടെ പഠിക്കണം. എല്ലാത്തിനും അർച്ചന വേണം നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അർച്ചന വേണമെന്ന് കാരണം രാവിലെ എണീക്കുമ്പോൾ ബെഡ് കോഫി തൊട്ട് എല്ലാം കൊണ്ടുവന്ന് കൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഏട്ടത്തിയാണ്. അന്നേരം മാത്രം അമ്മ എന്ന സ്ഥാനം വഹിക്കുന്ന ഏട്ടത്തിയെ ഇപ്പം കുറ്റം പറഞ്ഞില്ലേ എന്ന ഒരു ചമ്മൽ എന്താണ് സ്നേഹയുടെ മുഖത്ത് ഒരു നിമിഷത്തേക്ക് ഒന്ന് മിന്നി മായുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് സ്നേഹ ഇതൊക്കെ കേട്ടിരിക്കുമ്പോഴത്തേക്കും നീ വേണം ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് എല്ലാം ഉണ്ടാക്കി കൊടുത്തതാക്കാം. ഒരു ഭർത്താവിൻ്റെ വയറ്റാണ് അവൻ്റെ മനസ്സിലേക്ക് കയറാനുള്ള സാധനം. അവൻ്റെ വയറിനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലേക്ക് എളുപ്പത്തിൽ കയറാൻ പറ്റും. അപ്പം നല്ല ഭക്ഷണം വെച്ചുണ്ടാക്കി രുചികരമായിട്ട് കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും ധനുഷിന് എന്താണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി താമസിക്കണമെന്ന് പറഞ്ഞ് കേട്ടപ്പോഴേ ധനുഷിന് നെറുകയിലേക്ക് എന്താണ് കഴിച്ച ഭക്ഷണം അങ്ങ് കയറി. അപ്പോഴത്തേക്ക് എന്താണെന്നറിയോ അവനങ്ങ് ചുമയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവന്തിക്ക് വെള്ളം എടുക്കാനായിട്ട് അയ്യോ എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു ഭർത്താവ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഗൗരവം ഉണ്ടല്ലോ, അതിൻ്റെ ഇതൊക്കെ കേട്ട് അവന്തികയുടെ മനസ്സ് വരുമ്പോൾ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് സ്നേഹം എന്താണ് ഉടൻ തന്നെ അവൻ ചുമക്കുന്നുണ്ടപ്പോഴത്തേക്കും വെള്ളം ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അർച്ചനയ്ക്ക് അവൻ്റെ ദേഷ്യത്തെ അർച്ചന നോക്കുന്നുണ്ട് ഈ ധനുഷിനെ. അവൻ വെള്ളം എടുത്ത് കൊടുക്കുന്ന കണ്ടിട്ട് നന്ദനൊക്കെ ഭയങ്കര സന്തോഷം. പക്ഷേ അവന്തികയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ സ്നേഹയുടെ മോന്ത പിടിച്ച ഡൈനിങ് ടേബിളിൽ അടിക്കാനുള്ള ദേഷ്യത്തിനകത്താണ് അവന്തിക എന്താണ് സ്നേഹയെ നോക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് ഇവർ തമ്മിൽ എന്താണ് വീണ്ടും അവിടെ ഡൈനിങ് ടേബിളിൽ എല്ലാവരുടെ പ്രസൻസ് തന്നെ റൊമാൻസ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ മീരേട്ടത്തെയാണെങ്കിൽ റൂമിൽ കയറി എന്താണ് ബാഗിൽ എല്ലാ സാധനവും പാക്ക് ചെയ്യുക. ഏത് അഭിമാനമുള്ളവരും അതല്ലേ ചെയ്യത്തുള്ളൂ. കാരണം ഞാനിവിടെ നിൽക്കുന്ന ഒരു അധികപ്പറ്റാണ് ഈ വീട്ടിലൊരു നരുന്ത് പെണ്ണ് പോലും പറഞ്ഞാൽ പിന്നെ ഞാനിവിടെ നിൽക്കുന്നതിനകത്ത് എന്താണ് കാര്യം ഇരിക്കുന്നത്. കാരണം സ്നേഹിച്ചവർ നമ്മളെ വെറുക്കുമ്പോഴല്ലേ ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുക. അവന്തിക പറയുന്ന അതുപോലെ അല്ലായിരുന്നല്ലോ. അപ്പം മീരെടുത്ത് എല്ലാം ബാഗിനകത്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വിഷമത്തിനകത്ത് എന്താണ് മീരടുത്തി പാക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അർച്ചന കയറി വരുമ്പോൾ മീരടുത്ത് എന്തോ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്, ഇത് ഇങ്ങോട്ടേക്കൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല മോളെ എനിക്കൊന്ന് വൃന്ദാവനം വരെ ഒന്ന് പോകണം. ആവണി മോളെ ഞാൻ കണ്ടിട്ട് കുറേ നാളായില്ലേ, അവൾക്ക് അമ്മയെ കാണണം എന്നൊക്കെ പറയുന്നു. അപ്പം എനിക്കെന്താണ് അങ്ങോട്ടേക്കൊന്ന് പോയാൽ കൊള്ളാം. അതുമല്ലാതെ ഇപ്പം അവിടെ എന്താണ് ആതിരെ നോക്കാനൊക്കെ ഞാനല്ലേ അവിടെ വേണ്ടത്, അവരെല്ലാം കൂടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുവല്ലേ, ഞാനിപ്പം കൂടുതലും വൃന്ദാവനത്തിലാണ് വേണ്ടത് എന്നങ്ങ് മീരെന്താണ് ഒഴിഞ്ഞ മട്ടി പറയുമ്പോഴത്തേക്കും നേരെ അർച്ചനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അർച്ചന പറയുന്നുണ്ട് ഏട്ടത്തേക്ക് സ്നേഹ പറഞ്ഞത് മനസ്സിന് വിഷമമായില്ലേ. അയ്യോ അതെന്തിനാ വിഷമാവുന്നത്, അവള് പറഞ്ഞു ഞാൻ കേട്ട് നിന്നു അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് അതിനകത്തൊക്കെ എന്താണ്, അല്ലെങ്കിൽ തന്നെ എനിക്ക് ആലോചിക്കാൻ എന്തൊക്കെ കാര്യം കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് നേരെ മുഖങ്ങ് താഴ്ത്തുക. അപ്പോഴത്തേക്ക് എന്താ അർച്ചന മനസ്സിലായി എന്താണ് ഏട്ടത്തേക്ക് അത് തന്നെ വിഷമമായ. ഏട്ടത്തെ ഒന്നും വിചാരിക്കില്ല, അവൾ അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അവളെ വളർത്തിയത് സ്നേഹയെ വളർത്തിയത് മൊത്തം അവധി കേട്ടത്തെ. അപ്പോൾ അതിൻ്റെ എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ അവളുടെ സ്വഭാവത്തിനകത്ത് ഉണ്ടാവും. ഏട്ടത്തെ അത് അമ്മയില്ലാത്ത കുഞ്ഞാന്നുള്ള രീതിയിൽ അവളോട് അതങ്ങ് ക്ഷമിച്ചേക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഏട്ടത്തി ഞാനൊരു കാര്യം പറയട്ടെ, ഏട്ടത്തിയുടെ ഇഷ്ടം വൃന്ദാവനത്തിൽ പോകണമെന്നുള്ള ആതിരെ അവിടെ നോക്കാൻ 4 പേരുണ്ട്. ഇവിടെ ഇപ്പം ഏട്ടത്തിക്ക് എൻ്റെ അവസ്ഥ അറിയാലോ, ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. എനിക്ക് ഇവിടെ ഏട്ടത്തിയുടെ ആവശ്യം എനിക്കാണ് കൂടുതലുള്ളത്. ഏട്ടത്തി നെല്ലിശ്ശേരി തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ താല്പര്യം. കാരണം എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഇത്രയ്ക്കായതുകൊണ്ട് ഏട്ടത്തിയുടെ ഒരു സപ്പോർട്ട് എനിക്കിവിടെ ആവശ്യമാണ്. ഏട്ടത്തി ഇവിടെ നെല്ലിശ്ശേരി തന്നെ കാണണം എന്ന് അർച്ചന പറയുമ്പോഴത്തേക്ക് മീരയ്ക്ക് അങ്ങ് സങ്കടമാണ്. അത് പറഞ്ഞിട്ട് അർച്ചന പറയുന്നുണ്ട് പിന്നെ ഏട്ടത്തിയുടെ ഇഷ്ടം പോലെ. അർച്ചന പോകുമ്പോഴത്തേക്കും നേരെ മീരെന്താണെന്ന് പറയുക അവിടെ കട്ടിലിരുന്നങ്ങ് ആലോചിക്കുവാണ്. പാവം അർച്ചനയ്ക്ക് സത്യത്തിൽ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ബാഗിനകത്ത് പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളും സാരികളെല്ലാം എടുത്ത് പുറത്താണെങ്കിൽ അനൂപ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അനൂപിൻ്റെ അടുത്ത് വന്നിട്ട് നീ ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് അനൂപേട്ടനെ ആവണിമോളെ കൊണ്ടുവന്നില്ലേ, നീ അങ്ങോട്ടേക്കല്ലേ വന്നേ. അല്ല ഇപ്പം അർച്ചനയ്ക്ക് ഇവിടെ എൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട് അനൂപേട്ട, അത് സത്യവും കൂടെയാണ്. അങ്ങനെയാണോ, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആവണിയും കൂടെ കൊണ്ടുവന്നേനല്ലോ. ഇനിയിപ്പോൾ അടുത്ത വട്ടം വരുമ്പോഴാണ് അവിടെ കൊണ്ടുവരാം, അതൊന്നും കാര്യമില്ല. പിന്നെ നിൽക്കുന്നേക്കൊള്ളാം, ഇവിടെ വഴക്കിനും വക്കാണത്തിനൊന്നും പോയേക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും മീരാന്നെ കാണിക്കുന്നുണ്ട് ഞാൻ പോത്തൊന്നുമില്ല എന്ന രീതിക്ക് ആലോചിച്ചിട്ട് എന്നാൽ ശരി ഞാൻ ഇറങ്ങുമോ കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്താണ് നേരെ അനൂപ് ബായ് പറഞ്ഞിട്ട് നേരെ ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പം പറയുന്നുണ്ട് അനൂപേട്ടൻ കയറുന്നില്ല. ഇനിയിപ്പം കയറി കഴിഞ്ഞാൽ സമയമൊക്കെ ഒത്തിരി പോയി, ഇപ്പോഴൊന്നും ഇറങ്ങാൻ പാടില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ മീരേട്ടത്തി വീണ്ടും അർച്ചനയുടെ കൂടെ സപ്പോർട്ടും തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. പിന്നെ രാത്രി എന്താണ് സച്ചി റൂമിനകത്ത് എന്താണ് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് അർച്ചന കയറി വന്നിട്ട് അർച്ചനയുടെ സങ്കടം കണ്ടിട്ട് അർച്ചനയ്ക്ക് എന്താണ് സ്നേഹം പറഞ്ഞേക്കെ രാത്രി ആകുമ്പോഴാണോ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു കുടുംബത്തിൽ എന്തൊക്കെ കേട്ടാലും അതെല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് സ്ത്രീകൾ ഇരുന്നിട്ട് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷമായിരിക്കും നമ്മുടെ മനസ്സിൽ ആ വികാരം വിഷമം എല്ലാം തീർക്കാനായിട്ട് സമയം കിട്ടുന്നത്. അത് നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് കരഞ്ഞു തീർക്കുമ്പോഴത്തേക്കും നേരം വെളുക്കും, പിന്നെ വീണ്ടും അടുക്കളയിൽ കയറണം, വീണ്ടും അതേ സെയിം റൊട്ടീൻ തന്നെയല്ലേ. അപ്പോൾ അർച്ചന എന്താണ് അവിടെ ഒന്ന് സങ്കടപ്പെടുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് സച്ചി ഒന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അർച്ചന ഇതൊന്നും പറയുന്നില്ല. പക്ഷെ അർച്ചന എന്താണ് ധനുഷ് ശരിയല്ല എന്നും ഈ കാര്യം നമുക്ക് പ്രൂഫ് വേണ്ടേടോ, അതല്ലേ കാര്യം.
താനൊരു കാര്യം ചിന്തിക്കും. നമ്മൾ ഇതിനു മുന്നേ മുടക്കണമെന്ന് പറഞ്ഞ എല്ലാ കല്യാണം മുടക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് മുടക്കിയിരിക്കും. ഞാനല്ലേ തൻ്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ തൻ്റെ കൂടെ എന്തിനുണ്ടോ? താൻ എന്തിനാ വിഷമിക്കുന്നത്? നമുക്കതിനൊരു പ്രൂഫ് ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അവനെ ഇതുപോലെ എന്താണ് തൂക്കിക്കളയാം. പിന്നെ ഞാൻ അവളുടെ ഏട്ടനാണ്. എനിക്കും അവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നേ. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം എന്തായാലും ഞാൻ അവനൊരു പന്നനാണെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് എൻ്റെ പെങ്ങളെ പിടിച്ച് വെച്ച് കൊടുക്കാൻ ഞാൻ നിൽക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അർച്ചനയ്ക്ക് സാക്ഷി പറയുന്നുണ്ടല്ലോ, അതായത് ഞാനുണ്ടല്ലോ തൻ്റെ കൂടെ എന്തിനു ഞാൻ കൂട്ടിക്കും. ഈ കല്യാണം നമ്മൾ എല്ലാ കല്യാണം മുടക്കിയിട്ടുള്ള പോലെ മുടക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ മുടക്കിയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അർച്ചനയ്ക്ക് സന്തോഷമാകുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ നിൽക്കാൻ സച്ചിയേട്ടനും കൂടെ ഉണ്ടല്ലോ എന്ന് സന്തോഷം അത് അർച്ചന വിളിക്കും. പിന്നെ കാണിക്കുന്നത് എന്താണ്, നേരെ വൃന്ദാവനം വീടാണ്. അപ്പോഴത്തേക്കും വൃന്ദാവനം വീടിനകത്ത് അനൂപുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. എല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ഈ സ്നേഹയുടെ കല്യാണം ഇങ്ങനെ എടുപിടിയോ തീരുമാനിച്ച കാര്യമാണ്. അപ്പോഴത്തേക്ക് എന്താണ്, എനിക്കെന്തോ സേതുവേട്ടൻ ഈ ചെയ്തത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെയൊക്കെയാണോ ഒരു പെണ്ണിൻ്റെ വിവാഹം പെട്ടെന്ന് തന്നെ എടുപിടി തീരുമാനിക്കുന്നത്? ഉടനെ എന്താണ് നമ്മുടെ മാഷ് പറയുന്നുണ്ട്, ആ സേതു മാധവന് ലോക പരിചയമുണ്ട്, വലിയ ബിസിനസ്സുകാരനൊക്കെ അല്ലേ, ആ ബിസിനസ്സുകാരന് അങ്ങനത്തെ ഒരു തെറ്റോ കാര്യങ്ങളൊന്നും പറ്റാൻ ചാൻസ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട്, അല്ല അച്ഛാ, ധനുഷിനെ കുറിച്ച് എനിക്ക് അത്ര വലിയ നല്ല അഭിപ്രായമൊന്നുമില്ല. അയാൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഒരു കള്ളത്തരം ചുറ്റി മറക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛൻ പറയുന്നുണ്ട്, അതായത് ഈ മാഷ് പറയുന്നുണ്ട്, അനൂപേ നീ അതൊന്നും നോക്കണ്ട, അതൊക്കെ വലിയ വലിയ വീട്ടുകാർ അവരുടെ കാര്യമാണ്. നമ്മളെ വിളിച്ച കാര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ. അല്ലാത്ത ഒരു കാര്യത്തിനും കയറി നമ്മൾ മനഃപൂർവ്വമായിട്ട് കയറി കാല് വെച്ച് കൊടുക്കാൻ പാടില്ല. അത് ചിലപ്പോൾ അവർക്ക് അസൗകര്യമായിട്ടും അത് അവർക്ക് അസംതൃപ്തി ഏർപ്പെടുത്തും. അതുകൊണ്ട് അതിനൊന്നും നീ പോകാൻ നിൽക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ, എനിക്ക് അവൻ അത്ര ശരിയായ ആളായിട്ട് തോന്നുന്നില്ല. കമലെടുത്തിയും അത് തന്നെ ആലോചിച്ചു. പിറ്റേ ദിവസം രാവിലെ ആയി. അപ്പോഴത്തേക്ക് അർച്ചന എന്താണ് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. നേരെ അനൂപിൻ്റെ കോളാണ് വരുന്നത്. ആ അനൂപേട്ടാ പറ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും നേരെ സ്നേഹ നേരെ എന്താണ് ആ ഭാഗത്തോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും അനു പറയുന്നുണ്ട്, നീ വിളിച്ചിട്ടുണ്ടായിരുന്നു മോളെ, ഞാൻ ഇപ്പോഴേ തിരക്ക് കഴിഞ്ഞ് ഇപ്പോഴാണ് നിൻ്റെ ഫോൺ കണ്ടേ. ആ അനൂപേട്ടാ എനിക്ക് ഒരു സഹായം ആവശ്യമുണ്ട്, നീ പറ മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആ ധനുഷുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നേരെ സ്നേഹ അടുക്കളയുടെ അവിടം വരെ എത്തി. ധനുഷ് എന്ന് കേട്ടതും സ്നേഹ അവിടെ തന്നെ നിന്ന് ഈ ഏട്ടത്തി എന്തോ ഇനി ഒപ്പിക്കാൻ പോകുന്ന കേൾക്കാനായിട്ട് അവിടെ നിൽക്കുമ്പം ധനുഷിൻ്റെ അഡ്രസ്സ് ആ മേൽവിലാസം എനിക്കൊന്ന് സങ്കല്പിച്ച് തന്നെ ഏട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെന്താ മോളെ ഞാൻ ഒപ്പിച്ചു തരാമല്ലോ, ഞാൻ നിനക്ക് SMS ആയിട്ട് ഇട്ടേക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഓ ഇനി ധനുഷിൻ്റെ അഡ്രസ്സും തപ്പി പോവാ എന്നല്ലേ പറഞ്ഞിട്ട് സ്നേഹ ദേഷ്യത്തിൻ്റെ ഭാവത്തിനകത്ത് വീണ്ടും എന്താണ് അവിടെ നിന്ന് വന്നത് അർച്ചന കണ്ടതുമില്ല. സ്നേഹ അവിടെ കേട്ട കാര്യം അർച്ചന കണ്ടിട്ടില്ല. സ്നേഹ അങ്ങ് ഒന്നും അറിയിപ്പിക്കുക തിരിച്ച് വഴക്കൊന്നും കൂടാ നേരെ ഇതങ്ങ് പോയി. മിക്കവാറും പോയി എന്താണ് ധനുഷിനോട് പറഞ്ഞു കൊടുക്കും. ധനുഷ് അവിടെ വീണ്ടും അവിടെ എന്താണ് കബളിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കാൻ ഇവള് തന്നെ വഴി ഉണ്ടാക്കി കൊടുക്കും. അപ്പം പിന്നെ എന്താണ് ധനുഷിൻ്റെ കാര്യം കിട്ടുന്നുള്ള സമാധാനത്തിനകത്ത് അർച്ചന ഇരിക്കുമ്പോഴത്തേക്ക് നേരെ കാണിക്കുന്നത് നന്ദൻ്റെ റൂമാണ്. നന്ദൻ്റെ റൂമിലേക്ക് എല്ലാ കള്ളങ്ങളും പൊട്ടിക്കാൻ കഴിയുമെങ്കിൽ പൊട്ടിക്കേണ്ടി വന്നിട്ട് നേരെ അനക്ക കയറി വരുവാണ്. നന്ദേട്ടാ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ ഇനി വല്ല ഉടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്നോട് നീ പറയാൻ വരണ്ട അനഘ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല നന്ദേട്ടാ, എനിക്ക് സ്നേഹയുടെയും ധനുഷിൻ്റെ കാര്യം, അവരുടെ കാര്യത്തിന് നിനക്കെന്തോ പറയാനുള്ളത്? അല്ല അവരുടെ കല്യാണ കാര്യം, ഈ കല്യാണം നടന്നുകൂടാന്നോ? അനഘ എന്തോ പറയുന്നത്, നടക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അനഘ ആ കാരണം പറ. അനഘ പറയുന്ന ഒരു റീസൺ വാലിഡ് ആണെങ്കിൽ ഞാൻ ഇപ്പം ഈ കല്യാണം വേണ്ട എന്ന് വെക്കും. പിന്നെ ഇത് നടന്നുകൂടാത്ത കല്യാണം നന്ദേട്ടാ, പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. അതിന് ഒരു വാലിഡായ റീസൺ പറയാനൊക്കെ അയാൾ അത്ര ശരിയല്ല. തനിക്കും തുടങ്ങി അർച്ചനയുടെ കയ്യിൽ സ്വഭാവം. അർച്ചനെ പോലെ തന്നെ അർച്ചന പറയുന്നതിനകത്ത് ഒരു ന്യായമുണ്ടെന്ന് പറയാം. അർച്ചനയ്ക്ക് തുടക്കം തൊട്ട് തന്നെ ധനുഷിൻ്റെ സ്വഭാവം ഇഷ്ടമല്ല. പക്ഷേ അനഘയ്ക്ക് ധനുഷുമായിട്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പം ഒന്നും പറയാൻ ഉത്തരവില്ല. കാരണം സത്യസന്ധമായ റീസൺ എന്ന് പറയുന്നത് ധനുഷ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഏട്ടത്തിയായ എന്താണ് അവന്തികയുടെ ഭർത്താവായിരുന്നു. അയാളുടെ കൊച്ചിനെയാണ് നന്ദേട്ടൻ വളർത്തായിരുന്നതെന്നുള്ള കാര്യം മുഖത്തടിച്ച് പറയാമല്ലോ. അത് ചേച്ചിക്കൊരു പണിയാവത്തില്ലേ? അപ്പോഴത്തേക്ക് എന്താണ് പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇനി നിൻ്റെ ചേച്ചി പറഞ്ഞിട്ട് അടവും കൊണ്ട് വല്ലതും വന്നതാണോ? അല്ല ചേച്ചിക്ക് ഈ കാര്യം ഒന്നും സംസാരിക്കാൻ വന്നതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നേരെ എന്താണ് നമ്മുടെ അവന്തിക റൂമിലേക്ക് കയറി വരുമോ? ഉടനെ ചോദിക്കുക, നീ പറഞ്ഞിട്ടാണോ നിൻ്റെ അനിയത്തി ഈ വന്ന് ഈ കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ എന്തോ സംസാരിച്ചത് എനിക്കൊരു കാര്യം അറിയത്തില്ലല്ലോ എന്നുള്ള രീതി അവന്തിക വരുമ്പം രണ്ടുപേരും കൂടെ ഉടായ്പ കളിക്കുന്നു. അതോ നീ പറഞ്ഞത് അല്ല എന്നെങ്കിൽ നിൻ്റെ അനിയത്തിയെ നിന്നെക്കാൾ ബഹം പിടിക്കുക, നിന്നെക്കാൾ എന്താണ് കുതന്ത്രങ്ങൾ പയറ്റാൻ അവൾ ഒരു പടി മുന്നേ പഠിച്ചു കഴിഞ്ഞാൽ അവന്തിക്ക് എന്ന് പറയുവാണ്. കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവന്തിക്ക് ഞെട്ടി നിൽക്കുമ്പോഴത്തേക്കും പറയുവാണ്. അവൾ പറയും ധനുഷ് സ്നേഹമായിട്ടുള്ള കല്യാണം നടത്താൻ പറ്റില്ല. നിൻ്റെ അഭിപ്രായം ഈ കാര്യത്തിനകത്ത് എന്താണ് അവന്തിക്ക് എന്ന് ചോദിക്കുമ്പം ധനുഷ് സ്നേഹം തമ്മിൽ വിവാഹം കഴിക്കുന്നതിനകത്ത് എന്താ? അവർ വിവാഹം കഴിച്ച് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനല്ലേ എൻ്റെ ആഗ്രഹം. അച്ഛന് പറയുന്നതിന് ശേഷം ഞാനല്ലേ നന്ദേട്ടൻ്റെ അടുത്ത് ഈ കാര്യത്തിൻ്റെ ഈ പ്രൊപ്പോസലിനെ കുറിച്ച് ഞാൻ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ എനിക്കെന്തിനാ അതിനകത്ത് എതിർപ്പിരിക്കുന്നത്? കേട്ടല്ലോ അനഘേ, നിൻ്റെ ചേച്ചിക്ക് പോലും അതിൽ എതിർപ്പില്ല. അപ്പം നിൻ്റെ ചേച്ചി നിന്നെ കൈവിട്ട്, അതുകൊണ്ട് ഈ പദ്ധതി നടക്കത്തില്ല. ഇനി അനഘ ഒരു കാര്യം പറയും, ഇനി ഈ കാര്യം പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്ര സോഫ്റ്റ് ആക്കിയതിൽ അനഘ കിട്ടുന്ന ഉത്തരം എന്നങ്ങ് പറയുമ്പോഴത്തേക്ക് അനഘ അങ്ങ് വളിച്ചു പോയി നിൽക്കുവാണ്. കാരണം മുന്നേ ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് ഇന്ന് ആരും താൻ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറല്ലാത്തെന്നുള്ളത്. പിന്നെ എന്താണ് നേരെ ഈ നന്ദൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ ആകപ്പാടെ
അനഘയും അവന്തികയും മാത്രമേ ഉള്ളൂ. അനഘയുടെ കൈ നേരെ അവന്തിക പിടിച്ചിട്ട് നീ അങ്ങനെ അങ്ങ് പോവാതെ ചോദിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് നേരെ ചോദിക്കാൻ നിനക്ക് എന്തിൻ്റെ കേടാണ് അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നുണ്ട്. ഉടനെ അനഘ ചോദിക്കുക നിങ്ങൾക്ക് നാണമുണ്ടോ, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങളുടെ വയറ്റിൽ കിടന്ന കൊച്ചിൻ്റെ അച്ഛനാവാൻ പോയിരുന്നവനെ തന്നെ പിടിച്ച വേണോ മറ്റൊരു പെണ്ണിൻ്റെ ജീവിതത്തിനകത്ത് കെട്ടിച്ച് വെക്കാൻ. നിങ്ങൾ എത്ര പേരുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കും, നിങ്ങൾക്ക് നാണമില്ലേ, എല്ലാവരുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് നിങ്ങൾ എന്തോ നേടുന്ന, അവസാനം ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അനഘയോട് അവന്തിക പറയുന്നുണ്ട്, അതെ നിനക്കേ അവന്തിക എന്ന ചേച്ചിയെ മാത്രമേ അറിയത്തുള്ളൂ, പക്ഷേ അവന്തിക എന്ന സ്ത്രീയെക്കുറിച്ച് നിനക്കറിയത്തില്ല. അവന്തിക എന്ന സ്ത്രീയെക്കുറിച്ച് എനിക്കറിയത്തില്ല എന്ന്. ഇതേക്കുള്ള അവന്തിക എന്ന സ്ത്രീയെക്കുറിച്ച് ഞാൻ എന്താ ഈ മനസ്സിലാക്കിയിരിക്കുന്നത്, അവന്തിക എന്ന സ്ത്രീയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് പുറത്ത് പറഞ്ഞാലേ എനിക്ക് തന്നെ ലജ്ജ ആയതുകൊണ്ടാണ് പറയാത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് അവന്തിക അങ്ങ് നാറിയിരിക്കുവാണ്. കാരണം എൻ്റെ അനിയത്തിക്ക് എന്നെക്കുറിച്ച് ഇതാണ് ഒപ്പീനിയൻ എന്ന രീതിക്ക് അത് ഒട്ടും ചെയ്യുന്നത് ശരിയല്ല. സ്വന്തം ഭർത്താവായ ഒരുത്തനെ പിടിച്ച് അടുത്ത പെണ്ണിൻ്റെ ഭർത്താവാക്കാൻ നോക്കുന്നതിന് പറയുന്നതിനെ വേറെ പേരാ പറയുന്നത്. എന്നെ കൊണ്ടൊന്ന് പറയുകയെന്ന് വെച്ചാൽ അനക്ക ആ റൂമിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുമ്പം ഈ അവന്തിക്ക് അവിടെ നിന്ന് സ്തംഭിച്ച് താൻ എന്തോ സാധിച്ചു എന്ന രീതിക്കകത്തും ബാക്കിയുള്ള കാര്യത്തിൻ്റെ മനസ്സിലിട്ട് ഇങ്ങനെ ഗൂഢാലോചന വീണ്ടും ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ, സപ്പോർട്ട് ചെയ്യുമോ. താങ്ക്